ഇത് അഭിയു എന്ന് പറഞ്ഞൊരു പഴമാണ്. ഇതിൻ്റെ ജന്മദേശം തെക്കേ അമേരിക്കയാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ നന്നായി കായ്ക്കും. നമ്മുടെ കേരളത്തിൽ നല്ല വളർച്ചയും കിട്ടുന്നുണ്ട്, നന്നായി കായ്ക്കുകയും ചെയ്യും. താരതമ്യേന കീടങ്ങളുടെ ഉപദ്രവമൊക്കെ കുറവാണ്. പിന്നെ ഇതിൻ്റെ ഒരു എടുത്തു പറയാനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, ഇതിനൊരു പനന്നൊങ്ക് അങ്ങനെ പറയായിരിക്കാം, അതിൻ്റെ ഒരു സ്വാദാണ് അതിന് വരണത്. അതിനോടൊരു സാമ്യമുള്ള സ്വാദാണ്. അതിമധുരം എന്നല്ല, ആ ഒരു പനളനീര് എന്നൊക്കെ പറയും, പ്രാദേശികമായിട്ട് പലതും പറയും. അതിനോടാണ് അതിനൊരു സാമ്യം. പിന്നെ ഒരു പ്രത്യേകത, ഇത് മറ്റ് പഴങ്ങളൊന്നും ഇല്ലാത്തൊരു സമയത്താണ് കേരളത്തിൽ നമുക്കിവിടെ കിട്ടുന്നത്. അതുകൊണ്ട് അതുതന്നെയാണ് ഒരു പ്രധാന പോയിൻ്റ്. കാരണം എല്ലാ സമയങ്ങളിലും പഴവർഗ്ഗങ്ങൾ കഴിക്കാൻ കിട്ടുക, അതും പരിശുദ്ധിയുള്ളത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് രണ്ടും അഭിവയ്ക്കണതിൻ്റെ ഒരു ദോഷവും വരില്ല. അപ്പോൾ ഈ പഴം പിന്നെ കേടുകൾ താരതമ്യേന ഇല്ലാത്തതാണ്. ഇതിൻ്റെ ഒരു 150-100 മുതൽ ഒരു 400 ഗ്രാം വരെ തൂക്കുക. കാരണം ഇതിലൊരു 3-4 തരങ്ങളുണ്ട്. ഈ കാണിക്കണത് ഇപ്പം ഞാൻ കാണിച്ചത്, എൻ്റെ കയ്യിൽ 3-4 തരമുണ്ട്. ഇപ്പം കാണിച്ചത് അബിയുവിൻ്റെ ജയൻ്റ് എന്നുള്ളൊരു വെറൈറ്റിയാണ്. അതുപോലെ നിപ്പിൾ, ഇങ്ങനെ 3-4 വെറൈറ്റികളുണ്ട്. പക്ഷെ താരതമ്യേന എല്ലാത്തിനും ഒരേ സ്വാദ് തന്നെയാണ്. ഒക്കെ ആ പനന്നൊങ്ങിൻ്റെ സ്വാദ് തന്നെയാണ്. ഇതിനെ മുഴുവൻ വളർത്തി വിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മീറ്ററോളം ഉയരം വയ്ക്കും. അപ്പോൾ നമ്മൾ അതിനുള്ള അവസരം ഒരു പക്ഷേ കൊടുക്കാതിരിക്കുകയാവും നല്ലത്. കാരണം നമുക്കൊന്നും നമ്മുടെ ഒരു നിശ്ചിത ഉയരത്തിൽ പ്രൂൺ ചെയ്ത് നിർത്തിയാൽ നമുക്ക് വലിയ പരിക്കില്ലാതെ പഴങ്ങൾ പറിച്ചെടുക്കാൻ പറ്റും. നല്ല മഞ്ഞ നിറത്തിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും പറിക്കണം. പിന്നെ മാത്രമല്ല, നല്ല വവ്വാലുകൾ, അണ്ണാൻ, എലി ഇങ്ങനെയുള്ള ജീവജാലങ്ങളിലൊക്കെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കൂടിയാണ്. അപ്പോൾ അവരിൽ നിന്നൊക്കെ കുറച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല നെറ്റിടുക ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ടൊരു വീട്ടിൽ വെക്കാൻ പറ്റുന്നൊരു പഴം തന്നെയാണ്. ഒരു അതിമധുരം എന്ന സങ്കല്പത്തിലല്ല പറയണത്. പ്രധാനം ഇത് ഓഫ് സീസണിലാണ് കായ്ക്കുന്നത് എന്നുള്ളത് തന്നെ, മറ്റു പഴങ്ങളില്ലാത്ത സമയത്ത്.